ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യാൻ പോകുന്നത് ബുള്ളിയൻ നോട്ട് സ്റ്റിച്ചാണ്. ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുള്ള ഈ ഫ്ലവറാണ് ചെയ്യാൻ പോകുന്നത്. ഫ്ലവർ ചെയ്യുന്നതിന് മുമ്പ് ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ആദ്യം നീഡിൽ ക്ലോത്തിൻ്റെ താഴേന്ന് മുകളിലേക്ക് എടുക്കണം. അതിനുശേഷം എത്ര ഡിസ്റ്റൻസിലാണ് ബുള്ളിയൻ നോട്ട് ചെയ്യേണ്ടത് ആ ഡിസ്റ്റൻസിൽ നിന്ന് സൂചി വീണ്ടും കുത്തി ആദ്യം നൂലെടുത്ത സ്ഥലത്തേക്ക് ഒന്നും കൂടെ കുത്തിയെടുക്കണം. അതിനുശേഷം നീഡിൽ ഇതുപോലെ ചുറ്റി കൊടുക്കണം. എന്നിട്ട് ആ നൂലിൽ പിടിച്ചുകൊണ്ട് നീഡിൽ പുറത്തേക്ക് വലിച്ചെടുക്കണം. ഇനി ഈ നീഡിൽ താഴേക്ക് കുത്തി കൊടുക്കണം. ഇനി വേറൊരു രീതിയിലും കൂടെ ഇത് ചെയ്യാൻ പറ്റും. ആദ്യത്തെ പോലെ തന്നെ നീഡിൽ താഴെ നിന്ന് മുകളിലേക്ക് എടുക്കണം. പിന്നെ ആ എത്ര ഡിസ്റ്റൻസ് ആണ് വേണ്ടതെന്നുള്ളത് അവിടെ നിന്ന് നമ്മൾ കുത്തിയെടുക്കാതെ ഇപ്പോൾ എടുത്ത പോയിൻറ്റിൻ്റെ അടുത്തുനിന്ന് തന്നെ വീണ്ടും ഒന്നും കൂടെ കുത്തിയെടുക്കണം. ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ ഈ നീഡിൽ ഈ ത്രെഡ് ചുറ്റി കൊടുക്കണം. അതിനുശേഷം നീഡിൽ ഇതുപോലെ വലിച്ചെടുക്കണം. എന്നിട്ട് എത്ര ഡിസ്റ്റൻസിലാണ് നമുക്ക് വേണ്ടത് അങ്ങോട്ടേക്ക് നീഡിൽ കുത്തി കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും പൊസിഷനിലേക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി നീഡിൽ കുത്തി കൊടുക്കാൻ പറ്റും. ആദ്യത്തേതാണെങ്കിൽ നമ്മൾ ആദ്യം എവിടെ നിന്നാണോ കുത്തിയെടുത്ത് അവിടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണെങ്കിൽ നമുക്ക് അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. പക്ഷേ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു നൂലുണ്ടാവും. ഈ ആദ്യത്തേൻ്റെ ആണെങ്കിൽ അടിയിൽ നൂലില്ല. ആ നൂല് ക്ലോത്തിൻ്റെ അടിയിൽ കൂടെയാണ് പോകുന്നത്. കാരണം നമ്മൾ എത്ര ഡിസ്റ്റൻസ് ആണോ വേണ്ടത് ആ ഡിസ്റ്റൻസിൽ നിന്നാണല്ലോ ആദ്യം കുത്തിയത്. ഇതാണെങ്കിൽ നമ്മൾ ആദ്യത്തെ പോയിന്റിൽ നിന്ന് തന്നെ കുത്തിയേക്കുന്നത് കൊണ്ട് ആ ഒരു നൂല് അടിയിൽ എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും. അപ്പം നമ്മൾ ഫ്ലവറൊക്കെ ചെയ്യുമ്പം ഈ ഒരു നൂല് കാണാതിരിക്കണമെങ്കിൽ ആദ്യത്തെ രീതിയിലുള്ള സ്റ്റിച്ച് ചെയ്യണം. ഇങ്ങനെ ചെയ്താൽ എപ്പോഴും ആ ഒരു നൂല് അവിടെ ഉണ്ടാവും. ഇനി ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം പേപ്പറിൽ വരച്ച് കാണിക്കാം. ഫ്ലവർ ചെയ്യാനായിട്ട് സെൻറ്ററിൽ നമുക്ക് ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രഞ്ച് നോട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ബുള്ളിയൻ നോട്ട് ചെയ്ത് കൊടുക്കാം. ഈ സെൻറ്ററിൽ ചെയ്യുന്ന ബുള്ളിയൻ നോട്ടിന് ഒരു 5 ടൈംസ് ഒക്കെ നൂല് സൂചിയിൽ ചുറ്റി കൊടുത്താൽ മതി. ഒരു 5 ടൈംസ് ചുറ്റി ഒരു ചെറിയ ബുള്ളിയൻ നോട്ട് അല്ലെങ്കിൽ ഒരു ഫ്രഞ്ച് നോട്ട്. അതിനുശേഷം അതിൻ്റെ 2 സൈഡിലും ഓരോ ബുള്ളിയൻ നോട്ട് ചെയ്യണം. ഈ ഒരു ബുള്ളിയൻ നോട്ട് ചെയ്യാനായിട്ട് സൂചിയിൽ നൂല് 10 ടൈംസാണ് ചുറ്റി കൊടുക്കേണ്ടത്. ഈ 2 സൈഡിലും 10 ടൈംസ് ചുറ്റിയിട്ടുള്ള ഓരോ ബുള്ളിയൻ നോട്ട്സ് ചെയ്യണം. അതിനുശേഷം കുറച്ച് സ്പേസ് ഇവിടെ വിട്ടിട്ടാണ് അടുത്ത ഒരു ബുള്ളിയൻ നോട്ട് ചെയ്യുന്നത്. അതായത് ആദ്യത്തെ പെറ്റൽ ചെയ്യുന്നത് അവിടെ ഒരു സ്പേസ് വിടണം. ആ ഒരു സ്പേസിലേക്കാണ് അവസാനം നമ്മൾ ചെയ്യുന്ന പെറ്റൽ വരാനുള്ളത്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു സ്പേസ് വിട്ടത്. അതിനുശേഷം ആദ്യം ചെയ്തതിൻ്റെ ഒരു ഏകദേശം സെൻറ്ററിൽ നിന്ന് അടുത്തൊരു പെറ്റൽ ചെയ്യണം. ഈ ഫ്ലവറിൻ്റെ എല്ലാ പെറ്റൽസും അടുപ്പിച്ചടുപ്പിച്ച് വേണമെങ്കിൽ നമ്മൾ സെൻറ്ററിൽ നിന്ന് ചെയ്യാതെ അതിനും കുറച്ചും കൂടെ മുന്നേന്ന് ആദ്യത്തെ ഒരു ബുള്ളിയൻ നോട്ട് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ അടുത്തുനിന്ന് തന്നെ അടുത്തത് ചെയ്യുവാണെങ്കിൽ അടുത്തടുത്ത പെറ്റൽസ് വരും. ഇപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ ഈ അവസാനത്തെ പെറ്റൽ കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടത് ആദ്യത്തെ പെറ്റൽ ചെയ്തപ്പം അവിടെ ഒരു സ്പേസ് വിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്പേസിലേക്കാണ് ഈ അവസാനത്തെ പെറ്റൽ കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ ഒരു ഫ്ലവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഓരോ പെറ്റലും ചെയ്തിട്ട് അടുത്ത പെറ്റൽ ചെയ്യുമ്പോൾ ആദ്യത്തെ പെറ്റലിൻ്റെ തൊട്ട് പുറകിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഒരു പെറ്റലിൻ്റെ തൊട്ടടുത്തു നിന്ന് തന്നെ അടുത്ത പെറ്റൽ സ്റ്റാർട്ട് ചെയ്യണം. അതല്ലെങ്കിൽ ഓരോ പെറ്റലും മാറി മാറി നിൽക്കുന്ന പോലെ ഉണ്ടാവും. ഇതുപോലെ ഇങ്ങനെ പുറത്തേക്ക് മാറി നിൽക്കും. ഇനി നമുക്ക് ഫ്ലവർ ചെയ്യാം. ഫ്ലവർ ചെയ്യാനായിട്ട് ഞാനിവിടെ ആദ്യം സെൻറ്ററിൽ ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. ഫ്രഞ്ച് നോട്ട് അല്ലെങ്കിൽ ഒരു 5 ടൈംസ് ചുറ്റിയിട്ടുള്ള ബുള്ളിയൻ നോട്ടാണെങ്കിലും ചെയ്യാം. ഫ്രഞ്ച് നോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് ഫ്ലവേഴ്സൊക്കെയുള്ള ഡിസൈൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്യേണ്ടത് തീർക്കണമെങ്കിൽ ഫ്രഞ്ച് നോട്ട് ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും.
ആദ്യം ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്ത് കൊടുക്കണം. ഒരു 3 ടൈംസ് ആണ് ഞാനിവിടെ ചുറ്റിയെടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ 2 സൈഡിലും ഓരോ ബൂളിയൻ നോട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 10 ടൈംസ് ആണ് നൂല് ചുറ്റിയെടുക്കേണ്ടത്. ഏതെങ്കിലും സൈഡിൽ നിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരെണ്ണം കൂടെ ചെയ്യണം. ഈ ഒരു പോയിന്റിൽ നിന്ന് നീഡിൽ കുത്തിയെടുത്തിട്ട് എവിടം വരെയാണോ ആദ്യത്തെ ഒരു പെറ്റൽ വേണ്ടത് അവിടെ നിന്നാണ് സൂചി താഴേക്ക് എടുത്തിട്ട് ആദ്യത്തെ പോയിന്റിലേക്ക് വീണ്ടും കുത്തിയെടുക്കണം. അതായത് ആദ്യം 2 ടൈപ്പിലുള്ള ബുള്ളിയൻ നോട്ട് സ്റ്റിച്ച് കാണിച്ചതിൽ ആദ്യത്തെ ടൈപ്പിലാണ് അത് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇനി ഈ നീഡിൽ ത്രെഡ് 10 ടൈംസ് ചുറ്റി കൊടുക്കണം. അതിനുശേഷം ഈ ത്രെഡിൽ പിടിച്ചുകൊണ്ട് നീഡിൽ പുറത്തേക്ക് വലിച്ചെടുക്കണം. ഈ നീഡിൽ ത്രെഡ് ചുറ്റി കൊടുക്കുമ്പോൾ ഒരുപാട് ടൈറ്റായിട്ട് ചുറ്റിയാൽ ഈ നീഡിൽ പുറത്തേക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് ലൂസാക്കിയാലും ഫ്ലവർ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരത്തില്ല. ഇനി ഇവിടുന്ന് നീഡിൽ താഴേക്ക് കുത്തി കൊടുക്കണം. അതിനുശേഷം ആദ്യത്തെ ബൂളിയൻ നോട്ട് ചെയ്ത അതേ പൊസിഷനിൽ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഒരു ബുള്ളിയൻ നോട്ട് ചെയ്യണം. ആദ്യം ചെയ്ത പോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും കൂടെ ഒരെണ്ണം ചെയ്യണം. അതിനും 10 ടൈംസ് ആണ് നൂല് ചുറ്റി കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ ആദ്യം ചെയ്ത ഫ്രഞ്ച് നോട്ടിൻ്റെ 2 സൈഡിലും 10 ടൈംസ് ചുറ്റിയിട്ടുള്ള ഓരോ ബുള്ളിയൻ നോട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു ഫ്ലവറിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു പെറ്റൽ ചെയ്തതിൻ്റെ ഉള്ളിലേക്കാണ് അടുത്ത പെറ്റൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതാണിപ്പം ഫസ്റ്റ് ചെയ്ത പെറ്റലെങ്കിൽ ലാസ്റ്റ് ചെയ്ത ഈ ഒരു പെറ്റൽ ഇതിൻ്റെ അകത്തേക്കാണ് വന്ന് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും അതുപോലെ ലാസ്റ്റത്തെ പെറ്റൽ ഇതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളൊരു സ്പേസ് വിട്ടിട്ടാണ് നമ്മൾ ഫസ്റ്റ് പെറ്റൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആദ്യം ചെയ്ത പോലെ തന്നെ നീഡിൽ താഴെ നിന്ന് കുത്തിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഒരു കുറച്ച് ഡിസ്റ്റൻസ്, നമുക്ക് എത്ര ഡിസ്റ്റൻസ് ആണോ വേണ്ടത് അത്രയും മാറി നീഡിൽ താഴെ നിന്ന് എടുത്തു കൊണ്ടുവന്നിട്ട് 15 ടൈംസ് ആണ് ഇവിടെ നമ്മൾ നീഡിൽ ത്രെഡ് ചുറ്റി കൊടുക്കേണ്ടത്. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ത്രെഡിൽ പിടിച്ചിട്ട് നമ്മൾ നീഡിൽ പുറത്തേക്ക് വലിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ കുറച്ച് ലൂസായി പോവുകയാണെങ്കിൽ നമുക്കിതുപോലെ അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നീഡിൽ താഴേക്ക് കുത്തി കൊടുക്കേണ്ടത്. ഇപ്പോൾ ആദ്യത്തെ ഒരു പെറ്റൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഏകദേശം സെൻറ്ററിൽ നിന്നാണ് അടുത്തൊരു പെറ്റൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെ ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് അവസാന ഫ്ലവർ വരുമ്പോൾ എല്ലാ പെറ്റലും കൂടെ അടുത്തടുത്ത് വരുള്ളൂ. അല്ലെങ്കിൽ ഓരോ പെറ്റൽ ഇങ്ങനെ മാറി നിൽക്കുന്നത് പോലെ ഇരിക്കും. ഈ സെൻറ്ററിൽ നിന്ന് തുടങ്ങി നമ്മൾ അടുത്ത ഒരു പെറ്റലും കൂടെ ചെയ്യണം. അടുപ്പിച്ചടുപ്പിച്ച് നമുക്ക് പെറ്റൽ വേണമെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ നിന്ന് തുടങ്ങുന്നതിന് പകരം ആദ്യം സ്റ്റാർട്ട് ചെയ്തതിൻ്റെ അടുത്തുനിന്ന് തന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം.
ഈ ഒരു ഫ്ലവറിൻ്റെ അവസാനത്തെ പെറ്റലാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ കുത്തിയെടുത്തേക്കുന്നത് ആദ്യം ചെയ്ത പെറ്റലിൻ്റെ ഉള്ളിൽ നിന്നാണ്. ഇവിടുന്ന് 15 ടൈംസ് നമ്മൾ ചുറ്റി കൊടുത്തിട്ട് ഇതിനു മുമ്പ് ചെയ്ത പോലെ തന്നെ നീഡിൽ പുറത്തേക്ക് എടുക്കണം. അതിനുശേഷം നമ്മൾ ഇത് താഴേക്ക് കുത്തി കൊടുക്കുന്നത് ഈ ആദ്യം ചെയ്ത പെറ്റലിൻ്റെ നമ്മൾ അവിടെ ഒരു സ്പേസ് വിട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു സ്പേസിലേക്കാണ് ഇത് താഴേക്ക് കുത്തി കൊടുക്കേണ്ടത്. അതായത് ഇവിടെ ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്ത പെറ്റൽ, അതിൻ്റെ അവിടെ ഒരു സ്പേസ് വിട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു സ്പേസാണിത്. ഈ ഒരു സ്പേസിലേക്കാണ് നമ്മളിനി ഇവിടുന്ന് നീഡിൽ താഴേക്ക് കുത്തി കൊടുക്കേണ്ടത്. ഇങ്ങനെയാണ് ഒരു ഫ്ലവർ ചെയ്യുന്നത്. ഇവിടെ ഒരു 3 ലീഫും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫിഷ് ബോൺ സ്റ്റിച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.